ഹായ് ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അസ്രീസ് വ്ലോഗ്. അപ്പം ഇന്ന് ഒരു നോമ്പുള്ള ദിവസമാണ്, പെരുന്നാളിൻ്റെ തലേന്നാണ്. ഇന്നിപ്പോൾ ഞാൻ മൈലാഞ്ചൊക്കെ ഇടാൻ പോകണം. പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ വഴിയെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പം ഞാനിന്ന് മുത്തുൻ്റെ അവിടെ നിന്ന് ഞാൻ കുളിച്ച് റെഡി ആയിട്ടൊക്കെ നേരെ പോകുന്നത് മുത്തുൻ്റെ അവിടെ പോയിട്ട് മുത്താണ് മൈലാഞ്ചി തരുന്നത്. അപ്പം നമുക്ക് ആ വീഡിയോയിൽ പോകാം. അപ്പോൾ രണ്ട് കയ്യിലും മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇട്ടില്ല, ഇവിടെ ഇടണ്ട. അപ്പോൾ രണ്ട് കയ്യിലും മൈലാഞ്ചി കിട്ടുന്നുണ്ട്. ഇനി അത് ഉണങ്ങി സെറ്റ് ആവണം. അപ്പം നാളെ സേമിയ പായസം ഇതെന്തിട്ടും പറയാം, സാവോനിരിക്കണോ? അപ്പോൾ സാവോനിരി വറുത്തൊക്കെ ഉണ്ടോ, നാളെ സേമിയ പായസം വെക്കണം. അപ്പോൾ അതിന് ഇന്ന് വറുത്തെക്കാന്ന് വിചാരിച്ച് ഉമ്മിതെ വറുക്കാൻ പോകുന്നുണ്ട്. വെളുത്തുള്ളി സവോള അതൊക്കെ തോല് കളയണം. നാളത്തെ പണി കുറഞ്ഞ് കിട്ടും. അതൊക്കെ തോല് കളഞ്ഞു. ചെമ്പേക്കടാ ഞാൻ ഈ പൊറോട്ട കൊണ്ടുപോകും. പൊറോട്ട പിന്നെ ഇത്താടെ വണ്ടിയുടെ ഒരു ഗ്രില്ല് നോക്കാൻ പോകുന്നുണ്ട്. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. അപ്പൊ മല്ലിച്ചപ്പ് പുതിന അതൊക്കെ വേണ്ട നാളേക്കുള്ള? അതൊക്കെ പാല് തൈര് അതൊക്കെ കൊണ്ടുവരണം കേട്ടോ. അത് മാത്രമേ കൊണ്ടുവരാതുണ്ടായിരുന്നുള്ളൂ. അതെ, മല്ലിച്ചപ്പ് തോനെ. വെളുത്തുള്ളി സവോളയൊക്കെ തൊലിച്ച് കഴിഞ്ഞിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത്രയൊക്കെ മതിയാവും തോന്നുന്നുണ്ട്, കാരണം ഇത് ഓൾറെഡി നല്ല വലിയ ഉള്ളി വെക്കണം. ഇത്ര മതിയാവും തോന്നുന്നുണ്ട് ഉമ്മീനെ വെക്കണത്. പിന്നെ ഉമ്മീനോട് ചോദിച്ചോക്കാം. ഇനി നെക്സ്റ്റ് പാട്ട് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി ഇതേപോലെ തോലൊക്കെ കളഞ്ഞ് വെക്കണം. അപ്പോൾ നമുക്ക് ഇഞ്ചി ഓരോന്നോരോന്നായിട്ട് എടുക്കാം. ഇപ്പോൾ പെരുന്നാൾ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇളനീർ ജ്യൂസ് അടിക്കാൻ പോണ്, കുറച്ചുള്ളൂ. ഇളനീർ ജ്യൂസാണ് നമുക്കിന്ന് നോമ്പ് തുറക്ക്. ഇളനീരില്ലാതെ ജ്യൂസ്. ഉണ്ണിയപ്പം റെഡി കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ണിയപ്പാണോ ഇതാണോ? കുഴിയപ്പം. അപ്പൊ ഇളനീരില്ലാത്തോണ്ട് നമുക്ക് അതെ, ടെൻഡർ മാംഗോ ജ്യൂസ് ആണ്. നമുക്ക് മാങ്ങ കട്ട് ചെയ്ത് കൊടുക്കാം അല്ലെ. അപ്പോള് പെരുന്നാളിന്റെ തലേന്ന് നമ്മള് ദൊപ്പുവിനെ കുളിപ്പിക്കാൻ പോണേ. അതെ, ദൊപ്പുവിന്റെ പെരുന്നാക്കുള്ളിന്ന്. സുന്ദരനാവണ്ടേ, സുന്ദരിയാവണ്ടേ. പെരുന്നാക്കുളി നോമ്പറക്കണ്ടേ. ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മള്, പെരുന്നാൾ സ്പെഷ്യലാണ്. പിന്നെ ചിക്കൻ ബീഫ് കറിയോ ചിക്കൻ കറിയോ മീനുണ്ടാക്കിയത് എനിക്കറിയില്ല. പിന്നെ പൊറോട്ട ഉണ്ട്. അതുപോലെ തന്നെ ഇച്ചാടെ സ്പെഷ്യൽ ജ്യൂസ് ഉണ്ട് കേട്ടോ. ഇതെന്തിട്ട് ജ്യൂസ് ഇച്ചാ? ആ, സ്പെഷ്യലാണ് കേട്ടോ. എന്തായാലും കുടിച്ച് ഞാൻ നോമ്പ് തുറന്ന് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. നിങ്ങൾ നോമ്പ് തുറന്നിട്ട് കാണാം കേട്ടോ. മലപ്പുറത്ത് തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഫ്രണ്ടിനെയും ഫാമിലിനെയും കണ്ടത്. അപ്പോൾ അവരോടൊക്കെ ബൈ പറഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഒരു പർച്ചേസ് ഉണ്ടായിരുന്നു, നമ്മളെ പെരുന്നാളിനോടനുബന്ധിച്ച് ചെറിയൊരു പർച്ചേസ്. അപ്പം അതും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകണം. വീട്ടിലോട്ടല്ലേ വെച്ചാ? ആ പെരുന്നാളിൻ്റെ തലേ ദിവസം ഇറങ്ങിയില്ലെങ്കിൽ അതൊരു ഫറലായ ഒരു കാര്യമാണ്. അപ്പം ഇത് ഇറങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. അങ്ങനെ ഇറങ്ങിയാണ്. എന്തായാലും വീട്ടിൽ പോവാം. നാളേക്കുള്ള ഡ്രസ്സൊക്കെ ഞാനിവിടെ സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ടുള്ള വ്ളോഗ് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ നാളെ ഇനി പണി എളുപ്പമാവുമല്ലോ, അതുകൊണ്ട് ഇവിടെ റെഡിയാക്കി വെക്കണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചേർന്നുണ്ടായിരുന്നു വലിയ പെരുന്നാളിന് ഇച്ച മൈലാഞ്ചിട്ടാണെന്ന്. അപ്പോൾ ദയിച്ച കോയിനൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണ് ഇട്ടണെന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. വട്ടം വരക്കാനാണ് വെച്ചാ കണ്ടതിന്നെ തീർക്കാല്ലേ.
ഉള്ളില് പറഞ്ഞ ആൾക്കാര് കാണുട്ടോ. എന്നാ പെട്ടെന്ന് വായിച്ചോട്ടോ കൊളായാല്. അപ്പൊ ഞാനിത് മെഹന്തിട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നാളത്തെ വീഡിയോയിൽ ഇത് ചോന്നിട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ നാളെ അടിപൊളി പെരുന്നാൾ വ്ളോഗ് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും സ്റ്റേ ട്യൂൺ. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.